കോൺഗ്രസിന്റെ കാര്യത്തിൽ വലിയ കൺഫ്യൂഷനിലാണ് തൃണമൂൽ കോൺഗ്രസ്. കോൺഗ്രസുമായി സഖ്യം വേണോ എന്നാണ് തൃണമൂൽ ചിന്തിക്കുന്നത് തന്നെ. സത്യം പറഞ്ഞാൽ വല്ലാത്തൊരു ആശയക്കുഴപ്പത്തിലാണ് തൃണമൂൽ കോൺഗ്രസ്. സത്യത്തിൽ മമതാ ബാനർജിക്ക് കോൺഗ്രസിനൊപ്പം ചേരാൻ ഒട്ടും താല്പര്യമില്ല. സംസ്ഥാനത്ത് തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്നവരിൽ കോൺഗ്രസ് മുന്നിലാണെന്നാണ് മമതയുടെ വാദം. കോൺഗ്രസിന്റെ 5 അംഗ സഖ്യ കമ്മിറ്റിയുമായി സംസാരിക്കാനും തൃണമൂൽ കോൺഗ്രസ് തയ്യാറായിട്ടില്ല. ഇന്ത്യ സഖ്യത്തിലെ മറ്റു പാർട്ടികളുമായി ഇതേ കമ്മിറ്റി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് മമത മുഖം തിരിച്ചത്. NCP, AAP, SP, ശിവസേന, UBT, ജനതാദൾ യുണൈറ്റഡ്, RJD എന്നിവരുമായിട്ടെല്ലാം കോൺഗ്രസ് നേരത്തെ ചർച്ചകൾ ആരംഭിച്ചിരുന്നു. ബംഗാൾ കോൺഗ്രസ് നേതാക്കൾ കഴിഞ്ഞ ദിവസം സംസ്ഥാനത്തിന്റെ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി GA മിറിനെയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റിയെയും തൃണമൂലുമായി സഖ്യം വേണ്ടെന്ന് അറിയിച്ചിരിക്കുകയാണ്. തൃണമൂലുമായി സഖ്യമുണ്ടാക്കുന്നത് ആത്മഹത്യാപരമാണെന്ന് കോൺഗ്രസ് സംസ്ഥാന സമിതി നേതാക്കളും പറയുന്നുണ്ട്. ഈ നിലപാട് തൃണമൂൽ നേരത്തെ തന്നെ അറിയിച്ചതാണ്. ഇനിയും ചർച്ചകൾക്ക് സാധ്യതയില്ലെന്നും അവർ പറയുന്നുണ്ട്. സംസ്ഥാനത്ത് ആകെ 2 സീറ്റുകൾ മാത്രം നൽകാമെന്നാണ് തൃണമൂൽ പറയുന്നത്. ഇത് രണ്ടും കോൺഗ്രസ് മത്സരിച്ച് വിജയിച്ചു നിൽക്കുന്നതാണ്. ബഹരംപൂർ, മാൽഡ ദക്ഷിൺ എന്നീ സീറ്റുകൾ കോൺഗ്രസ് ഒറ്റയ്ക്ക് മത്സരിച്ച് വിജയിച്ചതാണ്. 8 മുതൽ 10 സീറ്റുകളാണ് കോൺഗ്രസ് TMCയോട് ആവശ്യപ്പെടുന്നത്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പ്, പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പ് ഫലം എന്നിവ മുൻനിർത്തി പരിശോധിക്കുമ്പോൾ 2 സീറ്റിൽ കൂടുതൽ കോൺഗ്രസ് വിജയിക്കില്ലെന്നും തൃണമൂൽ പറയുന്നുണ്ട്. വേണമെങ്കിൽ കോൺഗ്രസ് ഈ ഓഫർ സ്വീകരിച്ചാൽ മതിയെന്ന നിലപാടിലാണ് തൃണമൂൽ കോൺഗ്രസ്. ഇതാണ് കോൺഗ്രസിനെ ചൊടിപ്പിച്ചതും. അതേസമയം ഇതിനിടയിൽ നടന്ന ഇന്ത്യ സഖ്യത്തിന്റെ അവസാന യോഗത്തിലും മമത പങ്കെടുത്തിരുന്നില്ല. വളരെ വൈകിയാണ് ക്ഷണം വന്നതെന്ന പരാതിയായിരുന്നു മമതയ്ക്ക്. നേരത്തെ നിശ്ചയിച്ച കാര്യങ്ങൾ മാറ്റാനാവില്ലെന്നും അവർ പറഞ്ഞിരുന്നു. അതേസമയം സഖ്യ സാധ്യതകൾ പൂർണ്ണമായും അവസാനിച്ചിട്ടില്ലെന്നാണ് തൃണമൂൽ വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത്. സോണിയാഗാന്ധി മമതയെ ഫോണിൽ വിളിച്ചാൽ ഒരുപാട് കാര്യങ്ങൾ മാറുമെന്നും ഇവർ പറയുന്നുണ്ട്. കൂടുതൽ സീറ്റുകൾ കോൺഗ്രസിന് ലഭിക്കാനും സാധ്യത ഏറെയാണ്. എന്നാൽ സംസ്ഥാനത്തെ സാഹചര്യം മനസ്സിലാക്കി വേണം കോൺഗ്രസ് നേതൃത്വം ചർച്ചകൾ നടത്തേണ്ടതെന്നാണ് TMC പറയുന്നത്. ബംഗാളിൽ കോൺഗ്രസ് സംഘടനാപരമായി എത്രത്തോളം ദുർബലാവസ്ഥയിലാണെന്ന് മനസ്സിലാക്കണമെന്നും തൃണമൂൽ MP പറയുന്നുണ്ട്. രാഹുൽ ഗാന്ധിയുമായും അദ്ദേഹത്തിന്റെ ടീമുമായും അത്ര നല്ല ബന്ധത്തിലല്ല മമത. അതാണ് പ്രശ്നങ്ങൾ ഇത്രത്തോളം വഷളാവാനുള്ള പ്രധാന കാരണവും. കോൺഗ്രസിനെ ഇത്രത്തോളം തള്ളിപ്പറയുന്ന മമത പക്ഷേ രാമക്ഷേത്ര ഉദ്ഘാടനവുമായി ബന്ധപ്പെട്ട കോൺഗ്രസിന്റെ തീരുമാനത്തിൽ അവർക്കൊപ്പമാണ്. രാമക്ഷേത്ര ഉദ്ഘാടന ദിവസം സൗഹാർദ്ദ റാലി നടത്താൻ ഒരുങ്ങുകയാണ് മമതാ ബാനർജി. കൊൽക്കത്തയിൽ എല്ലാ മതത്തിലെയും ജനങ്ങളോടൊപ്പം സൗഹാർദ്ദ റാലി നടത്തുമെന്നാണ് മമത അറിയിച്ചത്. തെരഞ്ഞെടുപ്പിന് മുന്നോടിയായുള്ള തന്ത്രമാണ് ജനുവരി 22 നടക്കുന്ന രാമക്ഷേത്ര ഉദ്ഘാടനം എന്നതിനാൽ അതിൽ പങ്കെടുക്കില്ലെന്നാണ് മമത നേരത്തെ തന്നെ വ്യക്തമാക്കിയത്. ഇതേ തീരുമാനം തന്നെയാണ് കോൺഗ്രസിനുള്ളത്.